ഇന്ന് രാവിലെ എണീറ്റുമ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പ്ലാനോടുകൂടി തന്നെയാണ് അടുക്കളയിലേക്ക് കയറിയത്. ഇന്നലെ വൈകിട്ട് തന്നെ ആ അപ്പത്തിനെല്ലാം അരച്ച് എല്ലാം വെച്ചു. ആ മാവിനെയും പൊങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ആദ്യമേ എന്നാൽ ഓർത്ത് നിന്ന് ചായ കുടിക്കാൻ തോന്നുന്നു. അപ്പം ചായ വെച്ചിട്ട് അത് കുടിച്ചതിന് ശേഷം നമുക്ക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. പിന്നെ പാലപ്പം ഇന്നുണ്ടാക്കണം, കിഴങ്ങ് കറി, കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കണം. ഇതെല്ലാം ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ പിടിക്കാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ABCD അറിയത്തില്ല. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇത് വീഡിയോ പിടിച്ചു തരാനും എനിക്ക് ആരുമില്ല. അപ്പം ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാനും. അപ്പോൾ അതിൻ്റെ ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഇതിനകത്ത് കാണും കേട്ടോ ഗൈസ്. അതോർത്ത് നിങ്ങളെൻ്റെ വീഡിയോ കാണാതിരിക്കില്ല. നമുക്കൊരു വാശിയാണ്, നമുക്കിത് ചെയ്യണമെന്നുള്ള ഒരു വാശിക്കാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ എനിക്കിതിനോട് ഇഷ്ടമാണ്, പക്ഷേ വീട്ടിലുള്ളവർക്കൊന്നും അതിനോടൊന്നും മക്കൾക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് തടസ്സം നിൽക്കത്തില്ല. അമ്മ എന്താ ചെയ്യുന്നത്, എന്ത് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിലും ചെയ്തോളാനാണ് മക്കൾ രണ്ടുപേരും പറയുന്നത്. അമ്മയുടെ സന്തോഷം എന്താണോ അതുപോലെ തന്നെ ചെയ്യൂ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് പറയാം. അപ്പം പിന്നെ എനിക്ക് സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാനിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഓഡിയോ കൊടുക്കാനോ അതൊക്കെ മോളെ ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു തന്ന് ആ ബുദ്ധിയിൽ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കിഴങ്ങ് സ്റ്റൂവിനുള്ള കിഴങ്ങ് അരിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥകളൊക്കെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ബോറടിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ എൻ്റെ കഥകളിങ്ങനെ ഈ കുക്കിങ്ങിൽ കൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് അവിടം കൊണ്ട് സ്റ്റോപ്പ് ആയപ്പോഴത്തേന് പിന്നെ അത് ഞാനങ്ങ് നിർത്തി. ഇതിപ്പം വീഡിയോ എടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓഫാക്കണം, ഇതിനെല്ലാം പോകുമ്പോഴത്തേന് കുക്കിങ്ങും പോവും, എല്ലാം പോവും. എന്നാലും കുഴപ്പമില്ല, നിങ്ങളിത് മെനക്കെട്ടിരുന്ന് കാണുമല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങ് ഇടുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം മുഖത്ത് ഞാൻ ഇട്ട ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചാൽ ഓമയ്ക്കായും പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ കലർത്തി ഒരു ഫേസ് പാക്കായിട്ട് നമ്മുടെ മുഖത്തിടുവാണെങ്കിൽ നല്ലൊരു കിട്ടും, നല്ലൊരു തെളിച്ച മുഖത്തിന് കിട്ടും എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും. പിന്നെ ഞാൻ പറയുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ എന്തായാലും ഒരുങ്ങി നിൽക്കേണ്ട കാര്യമേ ഇല്ല. നമുക്കുണ്ടോ, ഒരു സത്യം പറഞ്ഞാൽ ഒരു കമ്മൽ പോലും ഇടാതെ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ വെളിയിലോട്ട് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊന്ന് ഒരുങ്ങി പോയി നോക്കിക്കേ, നിങ്ങൾ നല്ല അടിപൊളിയായിരിക്കും. എപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മളാണ് ഈ ലോകത്തിലെ സുന്ദരി എന്ന് നമ്മളങ്ങ് ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ട് നമ്മൾ അതിനെക്കുറിച്ച്